ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തന്നെ നടക്കും. ഡിസംബർ ആദ്യവാരം കലോത്സവം നടത്തുവാനാണ് കലോത്സവ നടത്തിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായത്. നവംബർ 30 തുടങ്ങി ഡിസംബർ 2, 3, 4 തീയതികളിലായി കലോത്സവം നടത്താനാണ് നീക്കം. കഴിഞ്ഞ ദിവസം സ്വാഗത സംഘം ഭാരവാഹികളെ നിശ്ചയിക്കുവാൻ ചേർന്ന യോഗത്തിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് കലോത്സവം കായംകുളത്ത് നടത്തുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തന്നെ നടക്കും. ഡിസംബർ ആദ്യവാരം കലോത്സവം നടത്താനാണ് കലോത്സവം നടത്തിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയുടെ നേതൃത്വത്തിൽ അധ്യാപക സംഘടനാ പ്രതിനിധികൾ, കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, കായംകുളം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ധാരണയായത്. നവംബർ 30 തുടങ്ങി ഡിസംബർ 2, 3, 4 തീയതികളിലായി കലോത്സവം നടത്താനാണ് നീക്കം. കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം 20 നടക്കും. കഴിഞ്ഞ ദിവസം സ്വാഗത സംഘം ഭാരവാഹികളെ നിശ്ചയിക്കുവാൻ ചേർന്ന യോഗത്തിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് കലോത്സവം കായംകുളത്ത് നടത്തുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നത്. സ്വാഗത സംഘ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശയക്കുഴപ്പം ചർച്ച ചെയ്ത് പരിഹരിച്ചു. അധ്യാപക സംഘടനകളുടെ നിർദ്ദേശം പരിഗണിച്ച് സബ് കമ്മിറ്റി ചെയർമാൻമാരെ നിശ്ചയിക്കുന്നതിനും സ്വാഗത സംഘ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ അഭിപ്രായ തർക്കങ്ങളിൽ തുടർ നടപടികൾ ഒഴിവാക്കി കലോത്സവം ഗംഭീര വിജയമാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. വിവിധ അധ്യാപക സംഘടനകളെ പ്രതിനിധീകരിച്ച് PD ജോഷി, B ബിജു, VR ബീന, അനസം അഷ്റഫ്, പോരുവഴി ബാലേന്ദ്രൻ, ഉണ്ണി ശിവരാജൻ, S ശ്രീകുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.